മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കടിയിലെ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ചാണ് ഇ.ഡി. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നത്. പരിശോധനയ്ക്കിടെ ലഭിച്ച നിർണായകമായ കൈയെഴുത്ത് രേഖകളും ഡയറിയുമാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പ്രധാന വഴിത്തിരിവായിരിക്കുന്നത്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി അടുത്തയാഴ്ച തന്നെ ഇ.ഡി. സമൻസ് അല്ലെങ്കിൽ നോട്ടീസ് അയച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇ.ഡി. നടത്തിയ വിവിധ പരിശോധനകളിൽ നിന്ന് നിർണായകമായ പല രേഖകളും കൈവശപ്പെടുത്തിയിരുന്നു. ഇതിൽ വീണ തൈക്കണ്ടിയിലെ കൈയെഴുത്ത് രേഖകൾ അടങ്ങിയ ഡയറി അന്വേഷണ ഏജൻസിക്ക് വലിയ തെളിവുകളാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള രേഖകളാണ് ഈ കൈയെഴുത്ത് പ്രതികളിൽ നിന്ന് ഇ.ഡിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ പണം എവിടെ നിന്നാണ് വന്നതെന്നും ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇടപാടുകളുടെ സ്രോതസ്സും അതിന്റെ കൃത്യമായ വഴികളും വ്യക്തമാക്കുന്നതിനായി വീണയെ നേരിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് ഇ.ഡിയുടെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ആഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ്. കണ്ടെത്തിയ കൈയെഴുത്ത് രേഖകളിൽ നിന്ന് ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതായുള്ള സൂചനകൾ ഇ.ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ തുക എന്താവശ്യത്തിനാണ് ദുബായിലേക്ക് കൈമാറിയത്, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളും സ്ഥാപനങ്ങളും ഏതെല്ലാമാണ്, ഇതുകൂടാതെ മറ്റ് വിദേശ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇ.ഡി ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരുന്നത്. വിദേശ നാണയ നിയന്ത്രണ നിയമങ്ങളുടെയോ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയോ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ടോ എന്നും ഏജൻസി പരിശോധിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ലേക്കർ ഇന്ത്യ, സോളാസ് എന്നീ കമ്പനികളുമായി നടന്ന സാമ്പത്തിക ഇടപാടുകളിലും ഇ.ഡി പരിശോധന തുടരുകയാണ്. ഇതിനു പുറമെ പരിശോധനയ്ക്കിടെ ലഭിച്ച ഒരു സിം കാർഡിന്റെ ചിത്രം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സിം കാർഡ് വീണയുടെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും DTPC ഡെസ്റ്റിനേഷൻ മാനേജരുമായ നന്ദുലാലിന്റെ പേരിലുള്ളതാണെന്ന് കണ്ടെത്തുകയുണ്ടായി. രഹസ്യ ആശയവിനിമയ മാർഗങ്ങൾക്കായാണ് ഇത്തരം മാർഗങ്ങൾ സ്വീകരിച്ചതെന്ന സംശയത്തിലാണ് ഇ.ഡി ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നത്.